ഹായ്, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചെമ്മീൻ കറിയാണ്. സാധാരണ ചെമ്മീൻ കറി നമ്മൾ വറുത്തരച്ച് വെക്കും തേങ്ങ. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചേർക്കാതെ നല്ല ടേസ്റ്റിലും നല്ല കുറുകിയ തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കുന്നില്ല, പക്ഷേ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു ചെമ്മീൻ കറിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത്യാവശ്യം വലിയ ചെമ്മീനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഉള്ളി, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, തക്കാളി, ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല കുനുകുനേന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. ചുമന്നുള്ളി ആണെങ്കിൽ ഒരു 9-10 മതി കേട്ടോ. ഞാനിവിടെ ഒരു സവാളയാണ് എടുക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതാ കുനുകുനാന്ന് അരിഞ്ഞതാണ് കേട്ടോ. ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇത് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് മസാല ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ വറുത്തരയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവയും കടുവും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും, പിന്നെ ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഏത് പുളിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. വാളംപുളിയാണെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കുക. ഇനി നമുക്കിത് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പേസ്റ്റാക്കി വെച്ചേക്കുന്ന ആ ഒരു തക്കാളിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ടങ്ങ് വേവിക്കാം. ഇനി ഒരു 3-4 പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കാം. ഇത് തിളച്ച് നല്ല വറ്റി കുറുകി വരുന്ന സമയത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ചെമ്മീൻ കറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.